സത്യം ഞാൻ ഈ ഫ്രെയിമിലോട്ട് നോക്കുമ്പോൾ ഞാനൊരു എന്തോ വേറൊരു ഫീല്, സത്യം പറഞ്ഞ ഒരു രാജാവിന് ക്ഷയിക്കാണ്ടിരുന്നൊരു ഫീലുണ്ട് സത്യമായിട്ട്. അതിൻ്റെ പവർ കൊണ്ടാണ് അപ്പോൾ അത് വീർക്കുന്നത്. ഓ എൻ്റെ മോനെ അടിപൊളി. എന്താ പൊങ്ങി. ഇത് ചവിട്ടോ, നീ ചവിട്ടോ? വേറെങ്ങനെ ഷസാദ്. ഓക്കെ, നീ ചവിട്ടി നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. പറ്റുന്നില്ല. ഇവരുടെ കളി എങ്ങനെയാണെങ്കിലും കണ്ടിട്ട് പോവാം. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ വർക്കല ബീച്ചിലാണ്. വർക്കല ബീച്ചിലെ ഈവനിങ് ആണ് ഇത് നിങ്ങൾ കാണുന്നത്. പക്ഷെ എന്നാ കിടുവാണ് നോക്കിയോ, അടിപൊളി കാലാവസ്ഥ, കാഴ്ചകളൊക്കെ കാണാൻ അടിപൊളി. ഇത് അവിടോട്ടൊരു പാരാഗ്ലൈഡിങ്ങിനുള്ളൊരു സംഭവം പോയിട്ടുണ്ട്, അത് നമുക്ക് കാണാം. ത്രസ്റ്ററൊക്കെ ഇട്ട് സെറ്റ് ചെയ്തൊരു സാധനമാണ്, അതങ്ങോട്ട് പോയി. ഇത് എൻ്റെ മോനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഇത് കണ്ടോ, എന്താ ഗൈസ് ഈ കാണുന്ന കിടിലം. ഇതുപോലെ കടൽ തീരത്ത് ഇങ്ങനൊരു മല ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ വർക്കല ബീച്ച് മാത്രമേ ഇങ്ങനെ കാണത്തുള്ളൂ. അടിപൊളി ഒരു സെറ്റപ്പ് ബീച്ച് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് ബീച്ച്. ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമാണ് ഇവിടെ വർക്കല ബീച്ച് വരുന്നത്. രസമാണ്. ഇതിവിടെ നോക്കിയാൽ കാണാം, ഫുള്ള് ചെങ്കല്ല് കൊണ്ടുള്ള മലയാണ് ഇവിടെ. ഒരു രക്ഷയില്ലാത്ത സാധനം കണ്ട. ഓ അടിപൊളി. സൺസെറ്റ്, ഏകദേശം സൺസെറ്റിനുള്ള പുറപ്പാടാണ്. സൂര്യൻ അവിടെ ചെറുകെ പോകുന്നുണ്ട്. ദേ ഒരു ചേട്ടൻ കുതിരപ്പുറത്ത് വരുന്നു. അവിടെ നോക്കൂ, അവിടെ ഒരു ചേട്ടൻ കുതിരപ്പുറത്ത് പാഞ്ഞു വരുന്നുണ്ട്. എൻ്റെ ബാഗിലായിട്ട് ഇതാ ഇവിടെ നിന്നേക്ക് കാണാൻ. ഹേ ഗായ്സ്, ഇതാ പോകുന്നു. ബായ്. വരണ്ട ആ ചുമ്മാ വന്നേ. ഓക്കെ, വെയിറ്റ്. കണ്ടിട്ടുണ്ടോ എന്നെ എവിടെയും? നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടോ? കുതിരയെ ഒന്നും ചെയ്യത്തില്ലല്ലോ. എന്നാ ഒരു ഷെയ്ക്കാൻ്റെ തന്നേര്. പേരെങ്ങനെ? എന്റെ മോനെ, ഇതെന്തൊരു പേര്. സത്യം ഞാൻ ഈ ഫ്രെയിമിലോട്ട് നോക്കുമ്പോ ഞാനൊരു എന്തോ വേറൊരു ഫീല്, സത്യം പറഞ്ഞ ഒരു രാജാവിന് ക്ഷയിക്കാണ്ടിരുന്നൊരു ഫീലുണ്ട് സത്യമായിട്ട്. സൂര്യവംശം ശംഖചൂഡൻ ട്രോഫിയാ. ശംഖചൂഡൻ പേരാണ്. മച്ചാന്മാരെ പൊളിച്ച്. എന്റെ മോനെ, നൈസ് ടു മീറ്റ് യു. എനിക്ക് സത്യം പറഞ്ഞ അയ്യപ്പനും ബാബരെയും ഇട്ട് തോന്നി കുതിരപ്പുറത്തിരിക്കുന്നത്. കൊള്ളാം, പൊളിച്ച്. എവിടെ വീടെവിടാ, സ്ഥലം എവിടാ? വർക്കല തന്നെ. കൊള്ളാം, പൊളിച്ച്. കുതിര എങ്ങനെ? അടിപൊളി, പൊളിച്ച്. പേരെങ്ങനെ? അർജുൻ. ഓക്കെ മൊത്തം കാണാം, മീറ്റ് അഗൈൻ. ഹേ ഗൈസ്, നമ്മളെ കണ്ടിട്ട് നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നതാണ്. കുതിരപ്പുറത്തൊരു രാജാവ് വന്നൊരു ഫീലായിപ്പോയി അവനെ കണ്ടപ്പോൾ കേട്ട്. എന്താ അല്ലേ. ഗൈസ്, നമ്മളുണ്ടാക്കിയൊരു സൈക്കിൾ ഇവിടെ ചവിട്ടുന്നുണ്ടോ? ട്രൈ ചെയ്ത്. ബ്രോ എന്താ പരിപാടി? എന്താ എങ്ങനെയുണ്ട്? ഇത് ചവിട്ടുവോ? ഇത് സൈക്കിളാടാ, യൂണി സൈക്കിൾ. കണ്ടിട്ടില്ലേ? സർക്കസിലൊക്കെ ഉണ്ട് ഇത്. മച്ചാൻ വരുന്നത് ഇവിടെ കണ്ട യൂണി സൈക്കിള്. ഇടിലും സാധനമാണ്. ഇത് ചവിട്ടോ, നീ ചവിട്ടോ? പേരെങ്ങനെ? ഷസാദ്. ഓക്കെ, നീ ചവിട്ടി നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. പറ്റുന്നില്ല. എൻ്റെ മച്ചാന്മാരെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച അതാണ്. ബീച്ച് സൈഡിൽ ക്രിക്കറ്റ് കളിക്കുന്നത്. അടിപൊളി. ആ ചേട്ടൻ്റെ ബാറ്റിംഗ് ഇന്ന് കണ്ടിട്ട് പോവാം എന്തായാലും. സച്ചിൻ ടെണ്ടുൽക്കർ അവിടെ നിന്ന് ബാറ്റ് വീശാൻ പോവുകയാണ്. അതാ ആ ബോൾ വരുന്നു. എൻ്റെ മോനെ, ബോൾ പോയ പോക്കുണ്ട്. കടലിൽ പോയി ഗൈസ് ബോള്. ഇനി ആ പന്ത് എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ മോനെ, ആ പന്ത് കിട്ടിയിരിക്കുകയാണ്. 6. എല്ലാം കളത്താട്ടോ, മാസ്. ദേ വരുത്. ഔട്ട്. സച്ചിൻ ഔട്ടായിരിക്കുകയാണ്. ഹേ ഗായ്സ്, സച്ചിൻ അങ്ങനെ ഔട്ടായിരിക്കുകയാണ്. അടുത്ത നെക്സ്റ്റ് ബാറ്റ്സ്മാൻ അവിടെ വിരാട് കോഹ്ലി കയറിയിരിക്കുകയാണ്. വിരാട് കോഹ്ലി അടുത്ത ബാറ്റുമായി ഇതാ കളിക്കളത്തിലേക്ക് എത്തുന്നു. അതെ, വിരാട് ഫസ്റ്റിൽ ഔട്ടാവുമോ അതോ 6 അടിക്കുമോ എന്ന് നമുക്ക് നോക്കാം. എന്താണ് അവസ്ഥ എന്നറിയത്തില്ല. ഹേ ഗായ്സ്, കോഹ്ലി 6 ആണെന്ന് തോന്നുന്നു. കാരണം മലപ്പുറത്ത് കയറി വീഡിയോ ബോള്. അതെ, ബാറ്റ്സ്മാൻ ചേഞ്ച് ആയിരിക്കുകയാണ്. ക്യാപ്റ്റൻ ജയേന്ദ്ര സിംഗ് ആണ് ഇപ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഭവം തന്നെ ഇവിടെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. ഭായിമാരെല്ലാം കൂടെ എന്താ പരിപാടിയെന്ന് അറിയത്തില്ല. പൊളിച്ച്. ഫ്ലൈ ഡിസ്ക് ആണ് മച്ചാമാരെ, ഫ്ലൈ ഡിസ്ക്. ഇതാണ് ആ ചക്രം. കൊള്ളാം സംഭവം.
ഇവരുടെ കളി എങ്ങനെയാണെങ്കിലും കണ്ടിട്ട് പോവാം. ഷേ ഇത് അവിടെ ഭായ് പിടിച്ചിരിക്കുകയാണ്. ഓ സംഭവം സ്കില്ലാണ് കേട്ടോ. പൊളിച്ച് അൺഎക്സ്പെക്റ്റഡ് എയറാന്ന് തോന്നുന്നു കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് എയർ. ആരുടെ കയ്യിൽ ഇത് കിട്ടുമെന്നൊന്നും പറയാൻ നോക്കില്ല. ഓ ഇതോ പോകുന്നു കടലിലോട്ട്. കടലിൽ പോയത്. അത് പോട്ടെ. അവിടെയാണ് പരിപാടി നടക്കുന്നത്. നമുക്ക് നേരെ അവിടെ കേട്ടോ. അവിടെയാണ് നമ്മുടെ സംഭവം ഉള്ളത്. പാരച്യൂട്ട് അവിടെ ഉണ്ട്. നമുക്ക് നേരെ പാരച്യൂട്ടിൻ്റെ അടുത്തോട്ട് പോകാം. ഇവിടെയാണ് പാരച്യൂട്ടുള്ളത്. ശരി, നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. യെസ്, അത് തന്നെ, പറക്കാൻ പോവാം. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് അത് ഫ്ലൈ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് അടുത്തോട്ട് പോവാം. പൊങ്ങി പറക്കാൻ പോവാം. അതെ, ആ ഫാനിൻ്റെ പവർ കൊണ്ടാണ് അപ്പോൾ അത് വീർക്കുന്നത്. ഓ എൻ്റെ മോനെ, അടിപൊളി. അതെന്തോ പൊങ്ങിയില്ല കേട്ടോ, പറന്നില്ല. പൊങ്ങിയില്ല. അത് വീണ്ടും ഒരു നോക്കാൻ പോവാണ്, പറക്കാൻ പോവാണ്. സംഭവം എങ്ങനെയാണെന്ന് നോക്കട്ടെ. വീണ്ടും അത് ഓണാക്കിയിട്ടുണ്ട്. നോക്കട്ടെ എന്താണ്. നമ്മളോട് മാറി നിൽക്കാൻ പറഞ്ഞ് ഇങ്ങോട്ടാണ് വരുന്നതെന്നും പറയാൻ പറ്റില്ല. യെസ്, അടിപൊളി. എൻ്റെ പൊന്നെ, നോക്കി പൊളിച്ച്. നിമിഷ നേരം കൊണ്ട് അത് പൊങ്ങി പറന്നങ്ങ് പോയി. സീൻ ഗൈസ്. എന്താ അല്ലേ, പൊളി സീന്, വേറെ ലെവല് സാധനം. എന്നാ ഹൈറ്റിലാണ് പോകുന്നതെന്ന് അറിയാം. ഇത്രയും അകലെയാണ് ആ സാധനം പോകുന്നത്. കണ്ട, ഞാനങ്ങ് 5x ഇട്ടങ്ങ് സൂം ചെയ്ത് എടുത്തന്നേ ഉള്ളൂ. പക്ഷെ എൻ്റെ മോനെ അത് ഗൗരവത്തിൽ പോകുന്നുണ്ടോ, എന്തോ ഹൈറ്റിലാണ് പോകുന്നത് നോക്കിയേ. അയ്യോ, ഒരുപാട് ഹൈറ്റിൽ പോയത് കേട്ടോ, നല്ല ഹൈറ്റിൽ കൂടെ പോന്നേ. ശേ, ഒയ്യോ, കൊള്ളാല്ലേ. ഓഫ് ചെയ്തോ മിഷൻ. പറക്കുന്നു പാരച്ചൂട്ടിൻ്റെ പവർ. അത് താഴോട്ട് താഴുന്നുണ്ട്. അടിപൊളി സംഭവം, കൊള്ളാം, പൊളിച്ച്. അതങ്ങ് പോയി. അവിടെ സൂര്യൻ ഏകദേശം അസ്തമിച്ച് വരുന്നുണ്ട്. എല്ലാവരും ഓരോരോ പരിപാടിയിലൊക്കെയാണ്. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഏകദേശം ലൈറ്റൊക്കെ പോയി തുടങ്ങി. ഇനി ശോകമായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ, ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് വെക്കുക. കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വെക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പം ഇതുപോലുള്ള രസകരമായിട്ടുള്ള വ്ളോഗുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. തുടർന്ന് നമ്മൾ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇറ്റ്സ് മീ അനു, സൈനിങ് ഔട്ട്.